الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇപ്പോൾ ഞാൻ ഒരു പ്രിയപ്പെട്ട വ്യക്തിയെക്കുറിച്ച് സ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെയധികം കൂറ് പുലർത്തുന്നത് കാരണം വ്യതിരിക്തമായ ഒരു സ്ഥാനത്തിനുടമയായിരുന്നു ആ മാന്യദേഹം. ഈ പ്രസ്ഥാനത്തിന്റെ ആത്മസമർപ്പണം ചെയ്ത സേവകനായിരുന്നു ആ വ്യക്തി. 2 ദിവസം മുമ്പ് അദ്ദേഹം വഫാത്താവുകയുണ്ടായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഓരോ വ്യക്തിയും ഒരു നാൾ ഈ ലോകത്തോട് യാത്ര പറയേണ്ടവരാണ്. എന്നാൽ തങ്ങളുടെ ജീവിതം അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനുള്ള പ്രയത്നത്തിൽ കഴിച്ചുകൂട്ടുന്നവർ എത്രമാത്രം ഭാഗ്യവാന്മാരാണ്. അവർ പ്രതിജ്ഞ ചെയ്താൽ അത് നിറവേറ്റാനായി കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നു. ദീനീ സേവനത്തോടൊപ്പം സൃഷ്ടി സേവനത്തിനായും എപ്പോഴും അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഒരു ലോകം തന്നെ പുകഴ്ത്തുന്നവരുടെ ഗണത്തിൽ അവർ ഉൾപ്പെടുകയും ചെയ്യുന്നു. അത് കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജന്നത്ത് അങ്ങനെയുള്ളവർക്ക് നിർബന്ധമായി തീരുകയും ചെയ്യുന്നു. ഈ ദീനീ സേവകൻ കാലത്തിന്റെ ഖലീഫമാരുടെ ശക്തനായ സഹായി, ഖിലാഫത്തിനോട് പ്രത്യേക ആത്മബന്ധം നിലനിർത്തുന്ന വ്യക്തി, നമ്മുടെ പ്രിയ സഹോദരൻ ബഹുമാന്യനായ മഹ്മൂദ് അഹമ്മദ് ഷായി സാഹിബാണ്. മഹ്മൂദ് ബംഗാളി എന്ന പേരിലാണ് പാകിസ്ഥാനിൽ അധികം പേരും അറിയുന്നത്. ഇദ്ദേഹം ഇപ്പോൾ ഓസ്ട്രേലിയ ജമാഅത്തിലെ അമീറായിരുന്നു. ബുധനാഴ്ച ഏപ്രിൽ 23 അദ്ദേഹം അവിടെ വെച്ച് വഫാത്താവുകയുണ്ടായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. എനിക്ക് അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം ഒരു ബന്ധുവിന്റെ കത്ത് വന്നത് ഇപ്രകാരമാണ്. ആ കത്തിൽ അദ്ദേഹം ഇപ്രകാരം എഴുതുന്നു: ഖിലാഫത്തിനായി സർവാത്മന സമർപ്പിക്കുന്നവനായിരുന്നു അദ്ദേഹം. അതേപോലെ നമ്മയും അള്ളാഹു ആക്കട്ടെ. അദ്ദേഹത്തിന് ഞാൻ നൽകിയ മറുപടി ഇതാണ്: അദ്ദേഹം നാടിമിടിപ്പ് പോലെയാണ് പ്രവർത്തിച്ചിരുന്നത്. അതേ രീതിയിലുള്ള ചലനമായിരുന്നു അദ്ദേഹത്തിന്റേത്. ഇന്ന കൽപ്പന എന്തുകൊണ്ട് വന്നു, ഇങ്ങനെ കൽപ്പിച്ചത് എന്തിനാണെന്നുള്ള ഒരു ചോദ്യവും അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായ കാര്യമാണെങ്കിലും ഉടനെ അത് നടപ്പിൽ വരുത്തുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ രോഗത്തിനെക്കുറിച്ചും വഫാത്തിനെക്കുറിച്ചും അല്പം വിശദീകരിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏപ്രിൽ 22 അസർ നമസ്കാരത്തിനായി സിഡ്നി മസ്ജിദിലേക്ക് പോവുകയായിരുന്നു. അല്പം നടന്നപ്പോൾ ആരോഗ്യം മോശമാകുന്നത് കണ്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. വീട്ടിൽ എത്തിയ ഉടനെ തന്നെ സ്ട്രോക്ക് അനുഭവപ്പെട്ടു. ഷുഗറും ബ്ലഡ് പ്രഷറും നേരത്തെ ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ ഉടനെ കൊണ്ടുപോയി വെന്റിലേറ്ററിൽ വെച്ചു. ഡോക്ടർമാർ പറഞ്ഞത് തലച്ചോറിന്റെ ഏതൊരു ഭാഗത്താണോ ആഘാതം ഉണ്ടായിട്ടുള്ളത് അത് കണ്ടാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരിക്കലും കഴിയില്ല. ഞാൻ പറഞ്ഞു, 24 മണിക്കൂർ നിങ്ങൾ നിരീക്ഷണത്തിൽ വെക്കുക.
അതിനേക്കാളും കൂടുതൽ വെക്കേണ്ട. 24 മണിക്കൂറിന് ശേഷം വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയപ്പോൾ 2 മിനിറ്റിന് ശേഷം തന്നെ അദ്ദേഹം വഫാത്താവുകയുണ്ടായി. 24 घंटे के बाद जब वो मशीन उतारी गई तो 2 मिनट बाद ही അദ്ദേഹത്തിന്റെ നമുക്ക് ഇപ്രകാരം പരിചയപ്പെടുത്താം. മഹ്മൂദ് സാഹിബ് 1948 നവംബർ 18 कुछ इस तरह है। ചാർദുക്കിയ എന്ന ബംഗ്ലാദേശിലെ ഗ്രാമത്തിലാണ് ജനിച്ചത്. പിതാവിന്റെ പേര് മൗലാന അബ്ദുൽ ഖൈർ മുഹമ്മദ് മുഹിബുല്ല എന്നും മാതാവിന്റെ പേര് उनके वालिद का नाम मौलाना अब्दुल खैर मोहम्मद സെബുന്നീസ എന്നുമാണ്. ഇദ്ദേഹത്തിന്റെ പിതാവ് 1943 ആണ് അഹമ്മദിയത്ത് സ്വീകരിച്ചത്. मोहम्मद मुहिब അബ്ദുൽ ഖൈർ മുഹമ്മദ് എന്നായിരുന്നു ആദ്യ പേര്. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു മുഹിബുല്ല എന്ന പേര് കൂട്ടിച്ചേർക്കുകയുണ്ടായി. सानी ആ പ്രദേശത്തെ ആദ്യത്തെ അഹമ്മദിയായിരുന്നു അദ്ദേഹം. വലിയ പണ്ഡിതനായിരുന്നു. ये अपने इलाके के सबसे पहले अहमदी തബ്ലീഗ് നല്ല താൽപര്യം കാണിച്ചിരുന്നു. തബ്ലീഗ് മുഖേന അദ്ദേഹം തന്റെ പിതാവിനെ അബ്ദുൽ മന്നാൻ സാഹിബിനെ, അതായത് മഹ്മൂദ് സാഹിബിന്റെ ഉപ്പാപ്പയെ था इनको അഹമ്മദിയത്തിന്റെ പ്രകാശത്താൽ അനുഗ്രഹീതനാക്കുകയുണ്ടായി. ख्वाजा अब्दुल मनान साहब यानी महमूद साहब के दादा को ഉപ്പാപ്പ नूर से സഹാറൻപൂർ യുപിയിൽ പഠിക്കാൻ പോയിരുന്ന അക്കാലത്ത് അഹമ്മദിയത്തിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞിരുന്നു. ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുള്ള സംഭവമാണിത്. गए हुए थे तो वहाँ ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം के बारे में इल्म हुआ। ഡൽഹിയിൽ വന്നപ്പോൾ जिंदगी की बात है। മഹ്മൂദ് സാഹിബിന്റെ ഉപ്പാപ്പക്കും मुस्लिम अलैहिस्सलाम മസീം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ ആഗ്രഹമുണ്ടായി. की तशरीफ ले गए तो എന്നാൽ അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തുള്ളവർ അദ്ദേഹത്തെ पैदा हुआ, അതിന് വിട്ടില്ല. लेकिन മസീം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ അനുവദിച്ചില്ല. थे പിന്നീട് ഇദ്ദേഹം അഹമ്മദിയായതിനു ശേഷം പറയാറുള്ളത്, അന്ന് ജനങ്ങൾ ഈ അനുഗ്രഹത്തിൽ നിന്നും അകറ്റി നിർത്തിയെങ്കിലും അള്ളാഹു ഈ നിയമത്ത് നമുക്ക് നൽകുകയുണ്ടായി. कि लोगों ने तो हमें इस नेमत से महरूम रखने की कोशिश की, लेकिन ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിന്റെ ആഹ്വാനപ്രകാരം മഹ്മൂദ് അഹമ്മദ് സാഹിബിന്റെ പിതാവ് 1954 ഇദ്ദേഹത്തെ വഖഫ് ഔലാദ് എന്ന സ്കീമിന് കീഴിൽ വഖഫ് ചെയ്യുകയുണ്ടായി. साहब के वालिद ने പ്രാരംഭ വിദ്യാഭ്യാസം സ്വന്തം നാട്ടിലാണ് കരസ്ഥമാക്കിയത്. 1962 കുട്ടിയായിരുന്നപ്പോൾ തന്നെ ജാമിയ അഹമ്മദിയ तालीम अपने वतन में ही हासिल की। റബുവയിൽ പ്രവേശിച്ചു. 1962 में बच्चे ही थे। 1974 ഷാഹിദ് ഡിഗ്രി കരസ്ഥമാക്കി. അദ്ദേഹത്തിന്റെ വിവാഹം 1977 മൗലവി മുഹമ്മദ് സാഹിബ് മർഹൂം അമീർ ജമാഅത്ത് ബംഗ്ലാദേശിന്റെ മകൾ ഹാജറ സാഹിബുമായി നടന്നു. 1977 में 3 പെൺകുട്ടികളും मोहम्मद साहब ഒരു മകനുമാണ് അതിലുള്ളത്. जमात बांग्लादेश की बेटी हाजरा साहब അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാവരും വിവാഹിതരാണ്. ജമാഅത്തിന്റെ സേവനത്തിൽ മുൻപന്തിയിലാണ്. अल्लाह ताला के फजल से തന്റെ ആദ്യകാല ജീവിതത്തിലെ ചില സംഭവങ്ങൾ മഹ്മൂദ് സാഹിബ് തന്റെ മരുമകന് പറഞ്ഞുകൊടുത്തു എഴുതിപ്പിച്ചിട്ടുണ്ട്. महमूद साहब ने अपनी इब्तिदा അദ്ദേഹം പറയുന്നു, ജാമ്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഫുട്ബോൾ കളിക്കിടെ കാൽമുട്ടിന് ഗുരുതരമായ പരിക്കുപറ്റി കഠിന രോഗിയായി ഈസ്റ്റ് ബംഗാളിലേക്ക് തിരിച്ചു പോകുകയും ചെയ്തു. റബയിലെ കാലാവസ്ഥ അന്നൊക്കെ വളരെ മോശമായിരുന്നു. സൗകര്യമുണ്ടായിരുന്നില്ല. ഉപ്പുവെള്ളമായിരുന്നു. നല്ല ശുദ്ധ ജലം അവിടെ കിട്ടിയിരുന്നില്ല. वसूलियात വയറ് എപ്പോഴും കേടുവരും. മാതാപിതാക്കൾ ദൂരത്തായിരുന്നു. ചെറിയ കുട്ടിയാണ്. മാതാപിതാക്കളെ ഓർമ്മ വരികയുണ്ടായി. പരിക്കുമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ബംഗ്ലാദേശിലേക്ക് തിരിച്ചുപോയി. छोटे थे, आखिर वालिदैन की याद भी आई, चोटें भी लगी हुई थी, तो അന്ന് കിഴക്ക് പാകിസ്ഥാൻ എന്നാണ് പറഞ്ഞിരുന്നത്. वापस चले गए। റബുയിലേക്ക് തിരിച്ചു വരാൻ തീരെ ആഗ്രഹമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. എന്നാൽ वापस आने की സയ്യിദ് മീർ ദാവൂദ് അഹമ്മദ് സാഹിബ് പ്രിൻസിപ്പൽ ജാമിയ അഹമ്മദിയ कि दोबारा जाएं। ഇദ്ദേഹത്തിന് കത്തെഴുതിക്കൊണ്ടേയിരുന്നു. തിരിച്ചു കൊണ്ടുവരാൻ വളരെയധികം പരിശ്രമിച്ചു. उस जमाने में प्रिंसिपल थे, അങ്ങനെ അദ്ദേഹം बार बार खत തിരിച്ചു വന്നു. और कोशिश की कि दोबारा പറയുന്നു, എന്റെ പിതാവിന്റെ ദുആകളും എന്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. की वापसी हुई റബുവയിൽ ആയിരുന്നപ്പോൾ कि मेरे वालिद साहब की दुआओं का भी ഞാൻ ഉപ്പാക്ക് ഇപ്രകാരം കത്തെഴുതി, റബുവയിലെ കാലാവസ്ഥ വളരെ മോശമാണ്, വെള്ളമില്ല, ചൂടാണ്, ഭക്ഷണത്തിനും വളരെ പ്രയാസമാണ് തുടങ്ങിയവ. അതിന് മറുപടിയായി പിതാവ് എഴുതി, गर्मी है, खाने पीने മക്കയിലും വളരെ പ്രയാസമുള്ള അവസ്ഥയായിരുന്നു. उसके जवाब സൂറ ഇബ്രാഹിമിലെ ആയത്ത് करम मुहिबुल्लाह साहब ने ഇപ്രകാരം എഴുതി, റബ്ബന ഇന്നി അസ്കൻതു ബി
മിൻ സുർരിയത്തി ബിവാദിൻ ഗൈരി സീ സറഇൻ. पढ़ी कि रब्बना इन्नी अस्कन्तु ഇത് വെച്ചുകൊണ്ട് മകനെ അദ്ദേഹം ഉപദേശിച്ചുകൊണ്ട് എഴുതി, അള്ളാഹുവിന്റെ ഖലീഫയാണ് ഈ പ്രദേശത്തെ വാസയോഗ്യമാക്കിയത്. അവിടെ താമസിക്കാൻ പറ്റില്ലെങ്കിൽ പിതാവിനോടുള്ള ബന്ധം നിരർത്ഥകമാണ്. പറയുന്നു, അതിനുശേഷം എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. अगर वहां नहीं रह सकते तो वालिद के साथ ताल्लुक മുജീബുർ റഹ്മാൻ സാഹിബ് അഡ്വക്കേറ്റ് റാവൽപിണ്ടി जिंदगी बड़ी गहरी എഴുതുന്നു, നിശബ്ദനും ചിട്ടയോടുകൂടി സേവനം ചെയ്യുന്ന ദീനീ സേവകനുമായിരുന്നു. एडवोकेट जो ജീവിതം മുഴുവനും कहते हैं ആത്മാർത്ഥതയോടും പൂർണ്ണ കൂറോടും കൂടി തന്റെ കടമകൾ നിറവേറ്റി. सिलसिला थे. സേവന പാതയിൽ തന്നെ അള്ളാഹുവിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. अपने फराइज बजा लाते रहे. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് खुद की हालत में अल्लाह ताला के हुजूर हासिल हो गए. ഇദ്ദേഹത്തെ സദർ ഖുദ്ദാമുൽ അഹ്മദിയ ആയി നിയമിച്ചിരുന്നു. मुसी सालिस ने അതിനുശേഷമാണ് ഇദ്ദേഹത്തിന്റെ സംഘാടന പാഠവും പുറത്തു വരാൻ തുടങ്ങിയത്. മുജീബുർ റഹ്മാൻ സാഹിബ് പറയുന്നു, ഇദ്ദേഹത്തിന്റെ പിതാവ് ബംഗ്ലാദേശിൽ മുബല്ലിഗായി നിയമിക്കപ്പെടുകയുണ്ടായി. അദ്ദേഹം തന്റെ കുട്ടിയെ വഖഫ് ചെയ്തു. वालिद मोहतरम മഹ്മൂദ് അഹമ്മദ് ചെറുപ്പത്തിൽ തന്നെ റബുവയിലേക്ക് അവൻ അയച്ചു. പരിചയമില്ലാത്ത ഒരു സ്ഥലമായത് കാരണം വളരെയധികം ദുഃഖിതനായി കാണപ്പെട്ടു. മുജീബുർ റഹ്മാൻ സാഹിബ് മഹ്മൂദ് സാഹിബിന്റെ അമ്മാവനാണ്. പിതാവ് എപ്പോഴും എനിക്ക് എഴുതും, മഹ്മൂദിനെ ഒരിക്കലും സങ്കടപ്പെടാൻ അനുവദിക്കരുത്, महबूब साहब के പഠിച്ച് ജാമ്യയിൽ നിന്നും വിരമിക്കട്ടെ. പ്രാരംഭകാലത്തെ സംഭവമാണിത്. എന്നാൽ ആത്മാർത്ഥതയോടെ വളരെ താൽപര്യത്തോടെ മഹ്മൂദ് സാഹിബ് തന്റെ പഠനത്തിൽ പിന്നീട് മുഴുകി. റബുവിലെ അന്തരീക്ഷത്തിൽ അദ്ദേഹം പൂർണ്ണമായും ഇഴകിച്ചേർന്നു. जान से अपनी तालीम മീർ ദാവൂദ് അഹമ്മദ് സാഹിബ് और रब्बा के ഇദ്ദേഹത്തെ വേനലവധിയിൽ മുജീബുർ റഹ്മാൻ സാഹിബിന്റെ അടുത്തേക്ക് റാവൽപിണ്ടിയിലേക്ക് അയക്കാറുണ്ടായിരുന്നു. मोहतरम साहब इनको मुजीबुर रहमान साहब के पास भेज दिया करते थे रावलपिंडी. മുജീബ് സാഹിബ് എഴുതുന്നു, വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം എഴുതുന്നത്, ശരിയായിട്ടാണ് എഴുതുന്നത്. മർഹൂമിന്റെ പ്രകൃതത്തിൽ എളിമയും താഴ്മയും ഉണ്ടായിരുന്നു. സൽപ്രകൃതവും മറ്റുള്ളവരുമായി ബന്ധം വെച്ചു പുലർത്തുന്നതിലും താൽപര്യമുള്ളവനായിരുന്നു. അയൽവാസികളായ അനവധി കുട്ടികളും സ്ത്രീകളും പോലും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. എപ്പോഴും അദ്ദേഹത്തെ സ്മരിക്കുമായിരുന്നു. മഹ്മൂദ് അഹമ്മദ് സാഹിബിന് തന്റെ സഹോദരന്മാരുമായി വളരെ നല്ല സ്നേഹബന്ധമാണ് ഉണ്ടായിരുന്നത്. തന്റെ പാവപ്പെട്ട ബന്ധുക്കളെ ആരും അറിയാതെ സഹായിച്ചിരുന്നു. ബംഗ്ലാദേശ് ജമാഅത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥിരമായ ഒരു അമാനത്ത് ഫണ്ട് ഉണ്ടായിരുന്നു. അത് മുഖേന തന്റെ മാതാവിനെ വേണ്ട രീതിയിൽ പരിപാലിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധുക്കളെല്ലാം പറയുന്നത് അവരോട് ഇദ്ദേഹത്തിന് വളരെ വാത്സല്യമായിരുന്നു എന്നാണ്. रिश्तेदार साहब भी कई कहते हैं कि ഇദ്ദേഹം സദർ ആയപ്പോൾ ഉള്ള സംഭവം തന്റെ മരുമകന് രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. 1979 खुद नोट करवाया. ഖുദ്ദാമുൽ അഹമ്മദിയയുടെ ഷൂറയിൽ സദറിനെ തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. വോട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം 5ാം സ്ഥാനത്തായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം पूरा में ഫജ്ർ നമസ്കാരം കഴിഞ്ഞപ്പോൾ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തോട് പറഞ്ഞു, കൂടുതലായി ഇസ്തിഗ്ഫാർ ചെയ്യുക, സലാത്ത് ചൊല്ലുക. रहमतुल्लाह ताला ने उन्हें फरमाया बुला के അടുത്ത ദിവസമോ അന്ന് വൈകുന്നേരമോ ഖലീഫത്തുൽ മസീഹ് സാലിസ് അദ്ദേഹത്തെ സദർ ആയി അംഗീകാരം നൽകുകയുണ്ടായി. अगले रोज या उस दिन शाम को उसी सालिस ने उनकी बतौर सदर ഇദ്ദേഹം 5ാം സ്ഥാനത്തായിരുന്നെങ്കിലും ഇദ്ദേഹത്തിനെയാണ് സദറായി നിയമിച്ചത്. वोटों के लिए ഇനാമുല്ലാ ഹഖ് കൗസർ സാഹിബ് ഇപ്പോൾ അമേരിക്കയിലാണ്. അദ്ദേഹം എഴുതുന്നു, जामिया के हमले सिलसिला जो आजकल ജാമിയയിലെ നാസർ ഹോസ്റ്റലിൽ വെച്ച് അദ്ദേഹവുമായി ബന്ധപ്പെട്ടു. ഹോസ്റ്റലിൽ നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു. ഇനാം സാഹിബ് दोस्ती हुई. हॉस्टल के ज़हीन മൂത്തപിതായിരുന്നു. മെസ്സിന്റെ മെമ്പറും സദറുമായി നിയമിക്കപ്പെട്ടു. ജാമിയയിലെ റയീസുൽ ജാമിയ ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. मैस के मेंबर और फिर सदर बने. जामिया में रईसुल जामिया ഖലീഫത്തുൽ മസീഹ് അദ്ദേഹത്തെ സദറായി നിയമിച്ചത് വിളംബരപ്പെടുത്തിയപ്പോൾ ഞാൻ മഹ്മൂദ് സാഹിബിന്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ മുന്നോട്ട് നീങ്ങി അദ്ദേഹത്തെ ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു, മാറി നിൽക്കും. അദ്ദേഹത്തിന്റെ സംസാരം ബംഗാളിയും ഉറുദും കൂടിക്കലർന്നതായിരുന്നു. ചോദിച്ചു, എന്റെ പേരാണോ സദറായി പ്രഖ്യാപിച്ചത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ. അദ്ദേഹത്തിന് വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. സന്തോഷത്തിന് പകരം ദുഃഖത്തിന്റെ അവസ്ഥയാണ് ഉണ്ടായത്. ഏതായാലും ഉടനെ അദ്ദേഹം ശരിയായി. പിന്നെ ഞാൻ ആലിംഗനം ചെയ്തു. ഖാലിദ് സൈഫുള്ള സാഹിബ് मगर फिर जल्द संभल गए. കായിം മക്കാം അമീർ ഓസ്ട്രേലിയയാണ്. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹം പറയുന്നു, മഹ്മൂദ് ബംഗാളി സാഹിബ് ഒരിക്കൽ അദ്ദേഹത്തോട് പറഞ്ഞു, कौमी जमात ऑस्ट्रेलिया है.
അതായത് സദറുമായി ബന്ധപ്പെട്ടതാണ്. 1979 ഇന്റർനാഷണൽ ഖുദ്ദാമുൽ അഹമ്മദിയയുടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അദ്ദേഹം വോട്ടിന്റെ അടിസ്ഥാനത്തിൽ 5ാം സ്ഥാനത്തായിരുന്നു. 1989 ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല വളരെ വാത്സല്യത്തോടെയാണ് അദ്ദേഹത്തോട് പെരുമാറിയിരുന്നത്. ഹുസൂർ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് വൈകുന്നേരം വരെ കൂടുതലായി ഇസ്തിഗ്ഫാർ ചെയ്യുക. പറയുന്നു, ഞാൻ പേടിച്ചുപോയി, എന്ത് തെറ്റാണാവ് എന്നിൽ നിന്ന് വന്നിരിക്കുന്നത്. आज शाम तक कसरत से इस्तिग़फ़ार करो. कहते हैं कि എന്നാൽ ഹുസൂർ അൻവർ ഞാൻ 5ാം സ്ഥാനത്തായിട്ടുകൂടി സദറായി നിയമിച്ചപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. വിനയം കൈക്കൊള്ളാൻ सदर मुकर्रर എന്റെ ശ്രദ്ധ ക്ഷണിക്കുകയായിരുന്നു ഹുസൂർ ചെയ്തത്. आई कि हुजूर इस तरीके से मुझे എല്ലാ ഭാരവാഹികൾക്കുമുള്ള പാഠമാണിത്. നിയമിച്ച് കഴിഞ്ഞാൽ കൂടുതലായി ഇസ്തിഗ്ഫാർ ചെയ്യുക. വിനയം എപ്പോഴും നിലനിൽക്കുന്നതാണ്. നല്ല രീതിയിൽ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുന്നതുമാണ്. ताकि आजिज़ी हमेशा कायम रहे. മഹമ്മൂദ് മുജീബ് സാഹിബ് എഞ്ചിനീയർ ताला सही रंग में ഇത് സംബന്ധമായി എഴുതുന്നു. മഹമ്മൂദ് ബംഗാളി സാഹിബ് साहब इंजीनियर ആത്മസമർപ്പിതനായ ഖിലാഫത്തിൽ തന്നെ തെണ്ടമാക്കുന്ന അഹമ്മദിയായിരുന്നു. के बारे में 1981 बड़ी फिदाई और खिलाफत के शदाई अहमदी थे. खलीफतुल मसीह എല്ലാ സദർമാരെയും കുറിച്ച് ഖലീഫത്തുൽ മസീഹ് സാലിസ് പരാമർശം നടത്തി. ഇവിടെ 80 81 എന്നാണ് എഴുതിയിരിക്കുന്നത്. പറയുന്നു, 81 में शायद അതുവരെ കഴിഞ്ഞ എല്ലാ സദർമാരെയും പരാമർശിക്കുകയുണ്ടായി. ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല ഇദ്ദേഹത്തിന് മുമ്പുള്ള സദർമാരെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം മഹമ്മൂദ് ബംഗാളി സാഹിബിനെ കുറിച്ച് പറഞ്ഞു. അനുസരണത്തിലും ദുആ ചെയ്യിപ്പിക്കുന്നതിലും എല്ലാവരെക്കാളും ഇദ്ദേഹം മുൻകടന്നിരിക്കുകയാണ്. महमूद बंगाली साहब की तारीफ फरमाई ഖലീഫത്തുൽ മസീഹ് സാലിസ് പറഞ്ഞ മറ്റൊരു കാര്യം, में सबसे आगे निकल गए हैं. ഇദ്ദേഹത്തെ 5ാം സ്ഥാനത്ത് നിന്ന് എടുത്ത് സദർ ആക്കാനുള്ള കാരണം सालिस ने ഖിലാഫത്തിന്റെ നിയമനമാണ് ഏറ്റവും ശരിയായത് എന്ന് ജമാഅത്തിനെ പഠിപ്പിക്കാനാണ്. जमात को एक सबक देना चाहता था कि खिलाफत का इंतखाब जो है ഖുദ്ദാമുൽ അഹമ്മദിയയുടെ കാലത്ത് പല പുസ്തകങ്ങളും അദ്ദേഹം എഴുതിപ്പിച്ചിട്ടുണ്ട്. 1981 സംഭവമാണ്. ഖുദ്ദാമുൽ അഹമ്മദിയുടെ ഇസ്തിമ ആയിരുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ്. അദ്ദേഹത്തിന്റെ സേവനത്തെ പ്രകീർത്തിച്ചതിനു ശേഷം പറയുകയുണ്ടായി, ആത്മാർത്ഥ ഉദ്ദേശത്തോടെ ഖിലാഫത്തിനെ പിൻപറ്റുന്നവർക്കാണ് അനുഗ്രഹങ്ങൾ ലഭിക്കുക. കാരണം എല്ലാ അനുഗ്രഹങ്ങളും ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അള്ളാഹുവിന്റെ പക്കൽ സ്വീകാര്യമായ മറ്റൊരു കാര്യം ഇതല്ലാതെ ഇല്ല. सारी बरकतें इसी निज़ाम से वाबस्ता हैं. इसके सिवा कोई बात अल्लाह ताला के यहाँ कबूलियत का मर्तबा हासिल नहीं कर सकती. കഴിഞ്ഞ വർഷം ഖുദ്ദാമുൽ അഹമ്മദിയയുടെ സദറിന്റെ തിരഞ്ഞെടുപ്പ് നടന്നു. खुदावले വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മഹ്മൂദ് അഹമ്മദ് സാഹിബിന് 5ാം സ്ഥാനത്തായിരുന്നു. से महमूद അദ്ദേഹത്തെ സദർ ആക്കിക്കൊണ്ട് ഞാൻ ജമാഅത്തിന് നൽകാൻ ഉദ്ദേശിച്ച പാഠം चाहता था ഇതാണ്. ആദ്യത്തെ 4 പേരുടെ പ്രവർത്തനത്തിലും അനുഗ്രഹം ലഭിക്കുന്നത് അവർക്ക് ലഭിച്ച വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ആത്മാർത്ഥ നിയ്യത്തോടുകൂടി ഖിലാഫത്തിനെ പിൻപറ്റുന്നവർക്കാണ് അനുഗ്രഹം കരസ്ഥമാവുക. 5ാം സ്ഥാനത്തായിരുന്ന മഹമ്മൂദ് അഹമ്മദ് ബംഗാളി സാഹിബിനെ ഞാൻ സദറായി നിയമിച്ചു. നല്ല മുഖ്ലിസായ മനുഷ്യനാണ്. അള്ളാഹു ഇദ്ദേഹത്തിന്റെ ഇഖ്ലാസിൽ വർധനവ് നൽകട്ടെ. വളരെയധികം പ്രയത്നിക്കുകയുണ്ടായി. ദുആ ചെയ്യാൻ പ്രേരണയായി. ഹുസൂർ 1960 മുതൽ അതുവരെയുള്ള ഖുദ്ദാമുൽ അഹമ്മദിയയുടെ സദർമാരുടെ കാലത്ത് ഇസ്തിമായിൽ പങ്കെടുത്ത മജ്ലിസുകളുടെ എണ്ണത്തിന്റെ ഗ്രാഫിനെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. ഒരു ഘട്ടത്തിൽ അല്പം കുറച്ച് വന്നതിനു ശേഷം ക്രമാനുഗതമായ വർധനവിനെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിജയം വോട്ട് കൂടുതൽ കിട്ടിയത് കാരണത്താലല്ല ഉണ്ടാവുക, ഖലീഫയുടെ പ്രാർത്ഥന കരസ്ഥമാക്കുന്നതിലൂടെയാണ് ലഭിക്കുക. കഴിഞ്ഞ പ്രാവശ്യം 5ാം സ്ഥാനത്തെത്തിയ വ്യക്തിയെ സദറായി നിയമിച്ചു. അദ്ദേഹത്തിന്റെ ആദ്യ വർഷം 771 മജ്ലിസുകൾ ഇസ്തിമായിൽ പങ്കെടുത്തിരുന്നു. അടുത്ത വർഷം, അതായത് ഈ വർഷം 818 മജ്ലിസുകൾ പങ്കെടുക്കുകയുണ്ടായി. 70 मजालिस हाजिर थी और दूसरे साल മഹമ്മൂദ് ബംഗാളി സാഹിബ് मजालिस सब की रिपोर्ट है उसमें तय തന്റെ കാലഘട്ടത്തിൽ മജ്ലിസ് ഖുദ്ദാമുൽ അഹമ്മദിയ महमूद बंगाली മർക്കസിയയുടെ സദർ ആയിരുന്നു. അക്കാലത്ത് ആഗോളതലത്തിൽ ഒരു സദർ ആണ് ഉണ്ടായിരുന്നത്. അത് കേന്ദ്രത്തിന്റെ കീഴിലായിരിക്കും. മറ്റാരും സദർ ആയിരിക്കില്ല. അവയെല്ലാം ഖായിദീൻ എന്നാണ് പറയപ്പെട്ടിരുന്നത്. जो मरकज के तहत ഇദ്ദേഹം दुनिया के सदरान नहीं थे ആഗോളതലത്തിലുള്ള അവസാന സദറായിരുന്നു. ഇദ്ദേഹത്തിന്റെ കാലത്തിന് ശേഷം ആ ആഗോള സദർ എന്നുള്ള സ്ഥാനം ഇല്ലാതായിത്തീർന്നു. अवामी सदर थे गुलाम अली
ഇദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞപ്പോൾ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആലയുടെ സമക്ഷത്തിൽ ഇദ്ദേഹം ഒരു വിനീതമായ കത്തയക്കുകയുണ്ടായി. അതിന് മറുപടിയായി ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി എഴുതുന്നു, താങ്കൾ ലജ്ജിക്കുന്നതായി കത്തിൽ വെറുതെ താങ്കൾ എഴുതുകയാണ് ചെയ്തത്. ഇവിടെ ലജ്ജിക്കേണ്ട കാര്യമെന്തിരിക്കുന്നു? താങ്കൾ മാഷാ അല്ലാഹ് നല്ല രീതിയിലാണ് സേവനമനുഷ്ഠിച്ചത്. വളരെ സംഘർഷഭരിതമായ കാലത്ത് യുക്തിയോടും ധൈര്യത്തോടും കൂടി പ്രവർത്തിക്കുകയുണ്ടായി. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൻസാറുള്ളയിൽ പോയതിനു ശേഷവും താങ്കൾക്ക് സേവനത്തിനുള്ള അവസരം ലഭിച്ചത് അതുകൊണ്ടാണ്. ഇദ്ദേഹത്തിന് 1 വർഷത്തെ ഇൻസ്ട്രക്ഷൻ നൽകിയിരുന്നു. താങ്കൾ പ്രാപ്തനല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു. അള്ളാഹു താങ്കളെ ഭാവിയിലും പ്രസ്ഥാനത്തിന്റെ നിസ്തുല സേവകനാക്കി നിലനിർത്തട്ടെ. നല്ല സേവനം ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. തുടർന്ന് എഴുതി, താങ്കൾ ജയിൽ തടവുകാരുടെ ഉന്നമനത്തിനായി വളരെയധികം പ്രയത്നിച്ചു. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കൃത്യമായി അദ്ദേഹം അയച്ചുകൊണ്ടിരുന്നു. ഈ റിപ്പോർട്ടുകളെക്കുറിച്ച് ഖലീഫത്തുൽ മസീഹ് റാബിന്റെ മറുപടി പ്രകാരമായിരുന്നു: തടവുകാരുടെ ഉന്നമനത്തിനായുള്ള താങ്കളുടെ പ്രയത്നത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് കിട്ടി. മാഷാ അല്ലാഹ്, വളരെ പ്രയത്നത്തോടുകൂടി ഹിക്മത്തോടുകൂടി താങ്കൾ പ്രവർത്തിക്കുന്നു. അള്ളാഹു ഇതിന് സൽഫലം ഉണ്ടാക്കട്ടെ. അദ്ദേഹം അക്കാലത്ത് നല്ല സേവനമാണ് ചെയ്തത്. ഒരു സ്ഥലത്ത് റിപ്പോർട്ടിൽ ഇപ്രകാരം എഴുതിയതായി കാണാം: തടവുകാർക്ക് വേണ്ടിയുള്ള സേവനത്തിൽ വളരെ സന്തോഷമുണ്ടായി. 1984 കരിനിയമത്തിന്റെ തുടക്കമായിരുന്നു അത്. കലിമയുടെ പേരിൽ നൂറ്റുകണക്കിന് പേര് ജയിലിൽ പോയിരുന്നു. അക്കാലത്ത് ഖുദ്ദാമുൽ അഹ്മദിയായും സദർ ഖുദ്ദാമുൽ അഹ്മദിയായും വളരെ പ്രയത്നിക്കുകയുണ്ടായി. തടവുകാർക്ക് വേണ്ടി ചെയ്ത സേവനത്തിൽ വളരെ സന്തോഷമുണ്ടായി. വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ആഗ്രഹമനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം ഖുദ്ദാമുൽ അഹ്മദിയാക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ വിവിധ വകുപ്പുകളിൽ ഖുദ്ദാമുൽ അഹ്മദിയ പ്രവർത്തനം മുന്നേറ്റം കാണിച്ചു. തടവുകാരുടെ ഉന്നമനത്തിനായി അസീരാൻ ട്രസ്റ്റ് സ്ഥാപിച്ചു. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും അവരുടെ ദുഃഖങ്ങൾ പരിഹരിക്കാനും ശ്രമിച്ചു. ശതവാർഷിക ജൂബിലിയുടെ സമയത്ത് മജ്ലിസ് ഖുദ്ദാമുൽ അഹ്മദിയയുടെ വകയായി സൃഷ്ടി സേവനത്തിനൊരു ആംബുലൻസ് ഓടിച്ചു. ബുയൂത്തുൽ ഹംദ് സൊസൈറ്റിയുടെ തുടക്കത്തിൽ മജ്ലിസ് ഖുദ്ദാമുൽ അഹ്മദിയ വലിയ ഒരു സംഭാവനയാണ് നൽകിയത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മഹ്മൂദ് അഹമ്മദ് സാഹിബായിരുന്നു. ഖുദ്ദാമുൽ അഹ്മദിയയിലെ ജോലിക്കാർക്കായി ക്വാർട്ടേഴ്സ് നിർമ്മിക്കാനായി ഭൂമി വാങ്ങി. അതിൽ വ്യക്തിപരമായി താൽപര്യമെടുത്തു. തർജുമ ഖുർആൻ ഫണ്ടിലേക്ക് മജ്ലിസ് ഖുദ്ദാമുൽ അഹ്മദിയ മർക്കസിയയുടെ വകയായി നല്ലൊരു സംഭാവന നൽകുകയുണ്ടായി. പാകിസ്ഥാന് പുറത്ത് ഖുദ്ദാമുൽ അഹ്മദിയയെ ശക്തിപ്പെടുത്താനായി വിവിധ നാടുകളിൽ സന്ദർശനം നടത്തി. വിശദമായ സന്ദർശനം ജൂൺ 11 മുതൽ ഒക്ടോബർ 11 വരെയുള്ള 1987 സന്ദർശനമായിരുന്നു. യൂറോപ്പ്, അമേരിക്ക, വെസ്റ്റ് ആഫ്രിക്കയിലെ 11 നാടുകൾ, ഹോളണ്ട്, ബെൽജിയം, ജർമ്മനി, ബ്രിട്ടൻ, അമേരിക്ക, ഗാംബിയ, സെനഗൽ, സെറാലിയോൺ, ഐവറി കോസ്റ്റ് തുടങ്ങിയ നാടുകൾ സന്ദർശിച്ചു. സദർ ഖുദ്ദാമുൽ അഹ്മദിയയുടെ ഈ നാടുകളിലേക്കുള്ള ആദ്യത്തെ സന്ദർശനമായിരുന്നു ഇത്. 1989 ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ നാടുകൾ സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ കാലത്ത് ഖുദ്ദാമുൽ അഹ്മദിയയുടെ ഗസ്റ്റ് ഹൌസിന്റെ മുകളിലെ നില നിർമ്മിച്ചു. ഖുദ്ദാമുൽ അഹ്മദിയയുടെ മഹ്മൂദ് ആള് കത്തിപ്പോയിരുന്നു. യാതൊരുവിധ സാമ്പത്തിക പദ്ധതിയും കൂടാതെ തന്നെ അതിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യിച്ചു. അത് പുനർനിർമ്മിക്കുകയും ചെയ്തു. ഖിലാഫത്ത് റാബിയയുടെ തെരഞ്ഞെടുപ്പ് വേളയിൽ ഖുദ്ദാമുൽ അഹ്മദിയക്ക് സേവനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. പാകിസ്ഥാനിൽ നിന്നും ഖലീഫത്തുൽ മസീഹ് റാബി ഹിജ്റത്ത് പോയ ആ സങ്കീർണ നിമിഷങ്ങളിൽ ഖുദ്ദാമുൽ അഹ്മദിയക്ക് സേവനം ചെയ്യാൻ സാധിച്ചു. ഡ്യൂട്ടി നൽകി കൂടെ പോകുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അള്ളാഹു ചരിത്രപരമായ പല മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട്. ഹിജ്റ കലണ്ടറിന്റെ അടിസ്ഥാനത്തിൽ 14-ാം നൂറ്റാണ്ടിൽ
15-ാം നൂറ്റാണ്ടും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുണ്ടായി. അതേപോലെ ജമാഅത്തിന്റെ 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. सदियों में और इसी तरह जमात ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ഖുദ്ദാമുൽ അഹമ്മദി തങ്ങളുടെ 50 വർഷം പൂർത്തിയാക്കി 51-ാം വർഷത്തിൽ പ്രവേശിച്ചു. के अहद में ही ഖുദ്ദാമുൽ അഹമ്മദിയുടെ ചരിത്രം എഴുതുന്ന സുൽത്താൻ മുബഷിർ സാഹിബ് എഴുതുന്നു, 51 साल में दाखिल हुई। മാമൂദ് സാഹിബ് പറയാറുണ്ടായിരുന്നു, ഞാൻ സദർ ഖുദ്ദാമുൽ അഹമ്മദിയായി നിയമിക്കപ്പെട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം ഭയപ്പെടുകയുണ്ടായി. मामूद साहब का ഖലീഫത്തുൽ മസീഹ് മൂന്നാമന്റെ തൃപ്പാദങ്ങളിൽ ഇരുന്ന് കുറെ കരഞ്ഞു. എന്റെ ശൈലിയിൽ ഞാൻ പറഞ്ഞു, ഇദ്ദേഹം 40 कदमों में സംസാരിക്കുമ്പോൾ സ്ത്രീലിംഗവും പുല്ലിംഗവും ഒന്നും നോക്കാറുണ്ടായിരുന്നില്ല. എനിക്ക് ഈ പ്രവൃത്തി ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഹുസൂർ വളരെ വാത്സല്യത്തോടെ പറഞ്ഞു, कि मुझसे ये काम नहीं ഖലീഫ വക്ത് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, അതും ദുആ ചെയ്ത് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ മാറ്റാറില്ല. എന്റെ ദുആ നിങ്ങളോടൊപ്പമുണ്ട്. പ്രയാസമുണ്ടാകുമ്പോൾ എന്റെ അടുത്ത് വരിക. പറയുന്നു, ഖലീഫമാരുടെ പ്രാർത്ഥന എപ്പോഴും എന്റെ തലക്ക് മീതെ ഞാൻ കണ്ടിട്ടുണ്ട്. ഖാദിമ്യങ്ങളുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ചിരുന്നു. പറയുന്നു, ഖലീഫത്തുൽ മസീഹ് മൂന്നാമൻ എനിക്ക് നൽകിയിരിക്കുന്ന ഉപദേശം ഇതായിരുന്നു, ഓഫീസിൽ വളരെ കുറച്ചിരിക്കുക, ഖുദ്ദാമിനോട് നേരിട്ട് ബന്ധം സ്ഥാപിക്കുക. മാമൂദ് സാഹിബ് പൊതുവിൽ ഓഫീസിൽ ഇരിക്കുന്നതിന് പകരം വൈകുന്നേരം പുറത്ത് കസാരയിട്ട് ഇരിക്കും. ഖുദ്ദാമുൽ അഹമ്മദിക്ക് പ്രത്യേകമായ ഓഫീസ് അവിടെ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും ഖുദ്ദാമുൽ അഹമ്മദിയുടെ തന്നെയായിരുന്നു. അതിനാൽ എപ്പോഴും ഖുദ്ദാം അവിടെ വന്നും പോയും കൊണ്ടിരിക്കും. അതിനാൽ അദ്ദേഹം പുറത്തിരിക്കും. ഐവാനെ മഹമ്മൂദിൽ വരുന്നവരെയും പോകുന്നവരെയും നേരിട്ട് കാണുമായിരുന്നു. അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുമായിരുന്നു. അവരോട് തുറന്ന് സംസാരിക്കുമായിരുന്നു. അതിന്റെ ഫലമായി ഖുദ്ദാമുമായി അടുത്ത ബന്ധം പുലർത്തിപ്പോന്നു. എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കാളികളായി. नतीजतन खुदाम से ये गानगत का മുബഷിർ സാഹിബ് എഴുതുന്നു, ഡോക്ടർ സാഹിബ് ഒരിക്കൽ ഞങ്ങൾ ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. അന്ന് ജോലി ചെയ്ത് കുറെ വൈകി. മാമൂദ് സാഹിബ് പറഞ്ഞു, കഴിക്കാൻ വല്ലതുമുണ്ടെങ്കിൽ കൊണ്ടുവരൂ. दफ्तर में ഞാൻ ഗസ്റ്റ് ഹൌസിൽ പോയി. അവിടെ വന്നിരുന്ന ഭക്ഷണം എല്ലാം തീർന്നു പോയിരുന്നു. कुछ खाने അല്പം കഷണങ്ങളാണ് ബാക്കിയുണ്ടായിരുന്നത്. ഞാൻ ഒന്നുമില്ലാതെ വെറും കൈയോടെ തിരിച്ചു വന്നു. ഒന്നുമില്ലെന്നറിയിച്ചു. ചില കഷണങ്ങൾ മാത്രമാണുള്ളത് എന്നറിയിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതും തബറുക്കാണ്, അത് കൊണ്ടുവരിക. ആ കഷണങ്ങളാണ് അദ്ദേഹം കഴിച്ചത്. ഗസ്റ്റ് ഹൌസിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ആരോടും നിർദ്ദേശിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി ഭക്ഷണം വെക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചില്ല. രാത്രി സമയമാണ്, ഷുഗർ രോഗിയാണ്. ചിലപ്പോൾ ഷുഗർ രോഗിക്ക് വേഗം വിശപ്പ് വരും. എന്നാൽ അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. और उनको शुगर उस वक्त भी हो गई थी। മൂത്തമിൻ സാഹിബിന്റെയും ഖുദ്ദാമുൽ അഹമ്മദിയുടെ മറ്റ് ജോലിക്കാരുടെയും വീടുകൾ ഓഫീസിന് പരിസരത്ത് തന്നെയായിരുന്നു. അവരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. और दूसरे कारकुनों का घर भी, ഡോക്ടർ സാഹിബ് എഴുതുന്നു, मगर उन्हें भी ഖുദ്ദാമുൽ അഹമ്മദിയുടെ ചരിത്രം എഴുതാൻ എന്നെ നിയമിക്കുകയുണ്ടായി. ധൈര്യം പകർന്നു തന്നു. डॉक्टर साहब लिखते हैं कि तारीख खुदाम अहमदिया लिखने पर उन्होंने അദ്ദേഹത്തിന്റെ ഭാഷയിൽ ബംഗാളി ശൈലിയാണ് ഉണ്ടായിരുന്നത്. അത് എഴുത്തിലും വരുമായിരുന്നു. പൊതുവിൽ തന്റെ കത്തുകൾ എന്നെ കൊണ്ടാണ് എഴുതിച്ചിരുന്നത്. 2010 ലണ്ടനിൽ ജൽസയിൽ വന്നപ്പോൾ കുറച്ച് കത്തുകളും റിപ്പോർട്ടുകളും എന്നെ കൊണ്ട് എഴുതിപ്പിക്കുകയുണ്ടായി. ഡോക്ടർ സാഹിബും ഇവിടെ വന്നിരുന്നു. लाए तो कुछ खतूत और रिपोर्ट्स खाकसार से लिखवाई। അദ്ദേഹത്തിന്റെ ബംഗാളി ശൈലിയിലായിരുന്ന സംസാരം കാരണം ചില സന്ദർഭങ്ങളിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസം നേരിട്ടിരുന്നു. ഞാൻ ചിലപ്പോൾ തമാശ രൂപത്തിൽ ഈ പ്രയാസങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ തമാശയെ ഒരിക്കലും മോശമായി കണ്ടിരുന്നില്ല. എഴുതുന്നു, അദ്ദേഹത്തിൽ നിന്നും ഞാൻ പഠിച്ചൊരു കാര്യം, ഖലീഫയെ അനുസരിക്കുന്നതും നമ്മെ ഏൽപ്പിച്ച ജോലി ചെയ്തു തീർക്കാനായി നമുക്ക് തന്ന കഴിവുകളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ ജോലി പൂർത്തിയാക്കേണ്ടത് എങ്ങനെയാണെന്നുമായിരുന്നു. അദ്ദേഹം ഖലീഫയുടെ വിശ്വസ്തനായിരുന്നു. ഖലീഫത്തുൽ മസീഹ് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയാൽ തന്നെ നേരെ ചൊവ്വ കാര്യങ്ങൾ പറയുമായിരുന്നു. मामला में पासपोर्ट सोती तो कॉलेज सदीद से ഹുസൂർ ദേഷ്യപ്പെട്ടത് എന്തുകൊണ്ട് എന്ന കാര്യത്തിൽ ഒരിക്കലും തളർന്നു പോകാറില്ല. എപ്പോഴും ഇസ്ലാം വരുത്തുമായിരുന്നു. ഭാവിയിലേക്കായി ഖലീഫമാരിൽ നിന്ന് മാർഗനിർദ്ദേശം തേടുമായിരുന്നു. ദുആ ചെയ്തിരുന്നു. ദുആക്ക് വേണ്ടി പറയുമായിരുന്നു. ഫിറോസ് ആലം സാഹിബ് എഴുതുന്നു, എനിക്ക് അദ്ദേഹവുമായി ആത്മബന്ധമായിരുന്നു. 1982 ജാമിയയിൽ പോയപ്പോൾ അനുഭവമില്ലാത്ത ഒരു നഹ്വ അഹമ്മദി ആയിരുന്നു ഞാൻ. തിരക്കിലായിരുന്നിട്ടും എന്നെ പരിഗണിച്ചിരുന്നു. ഈദ് മറ്റു ദിവസങ്ങളിൽ വീട്ടിലേക്ക് ക്ഷണിക്കും, തുഹ്ഫ നൽകും. ഗൃഹാതുരത്വം കാരണമുണ്ടായിരുന്ന കുറവുകൾ അത് നികത്താൻ ശ്രമിച്ചിരുന്നു. के पर घर बुलाते तोहफे देते അബ്ദുൽ അവൽ സാഹിബും ഈ ഗുണങ്ങൾ എഴുതുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായി പറഞ്ഞത് ഖിലാഫത്തുമായി
വളരെ അടുത്തായിരുന്നു എന്നാണ്. और सबसे बड़ी ഖിലാഫത്തിൽ തന്നെ തണ്ടമാക്കിയിരുന്നു. നിശബ്ദ സേവകനായിരുന്നു. മറ്റുള്ളവരുടെ നന്മയിൽ ശ്രദ്ധിച്ചിരുന്ന കർമ്മനിരതനായ ഭക്തവത്സരനായിരുന്നു. എന്നെ പോലെയുള്ള കുട്ടികൾക്ക് ധൈര്യം പകർന്നു തന്നു. മെട്രിക് ചെയ്ത് ജാമ്യയിൽ പോയപ്പോൾ 16 വയസ്സായിരുന്നു എനിക്ക്. बारहा मुझ जैसे बच्चे की हौसला अफजाई फरमाई। ഞാൻ അവിടെ കണ്ടത് ദൂരെ ഇരുന്നും തന്റെ നാടിന്റെ അവസ്ഥയെ അന്വേഷിച്ചുകൊണ്ടിരുന്നു, ദുആ ചെയ്തിരുന്നു, മഷ്വറ തന്നിരുന്നു. वहां मैंने देखा कि आप दूर बैठे भी अपने वतन की കഴിഞ്ഞ വർഷം ഇദ്ദേഹത്തെ ഞാൻ ബംഗ്ലാദേശിലേക്ക് എന്റെ പ്രതിനിധിയായി അയച്ചിരുന്നു. ജൽസയിലേക്കാണ് അയച്ചത്. പറയുന്നു അവിടെ വളരെ സന്തോഷവാനായിരുന്നു. എപ്പോഴും ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരുന്നു. ഖാലിദ് സൈഫുല്ലാ സാഹിബ് എഴുതുന്നു, और बार बार हमारी हौसला अफजाई फरमाते थे। അമീർ സാഹിബ് പറയാറുണ്ടായിരുന്നു, ഞാൻ പഠിക്കാനായി റബിയയിൽ വന്നപ്പോൾ എന്റെ കൂടെ മറ്റു കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങൾ ഹസ്രത്ത് മുസ്ലിം മഊദ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പോയി. वह आए ഉസൂർ കട്ടിലിൽ കിടക്കുകയായിരുന്നു. അടുത്ത് താഴെ ഞങ്ങളിരുന്നു. ഉസൂർ ഞങ്ങൾക്ക് വഖഫിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചും പറഞ്ഞു തരികയായിരുന്നു. ഉസൂർ തന്റെ इन पर बैठे थे। കൈ എന്റെ ശരീരത്തിലാണ് വെച്ചിരുന്നത്. ഉസൂറിന്റെ ഏറ്റവും അടുത്ത് ഞാനായിരുന്നു. അള്ളാഹുവിന്റെ ഹിക്മത്ത് നോക്കുക. മറ്റെല്ലാ കുട്ടികളും കാലാവസ്ഥയുടെയും ഭക്ഷണപാനീയങ്ങളുടെയും പ്രയാസം കാരണം ഇവിടെ നിൽക്കാതെ തിരിച്ചുപോയി. अल्लाह की हिकमत कि बाकी सारे ഞാൻ മാത്രം പഠനവും വഖഫും പൂർത്തിയാക്കി. മുസ്ലിം റളിയല്ലാഹുവിന്റെ ആ സ്പർശനത്തിന്റെ ബർക്കത്തായിരുന്നു ഇത്. खुदा के फजल से पूरा ഖാലിദ് സൈഫുല്ലാ സാഹിബ് എഴുതുന്നു, मऊद रज़ियल्लाहु अन्हु के लम्स की അമീർ സാഹിബ് മർഹൂം ബുദ്ധിമാനായ മനുഷ്യനായിരുന്നു. ബന്ധം സ്ഥാപിക്കാനും അത് നിലനിർത്താനും ശരിക്കും അറിവുള്ള ആളായിരുന്നു. कि अमीर साहब मरहूम അതെല്ലാം ജമാഅത്തിന്റെ ഗുണത്തിനായി ഉപയോഗിച്ചിരുന്നു. ഇത് കാരണം ताल्लुक बनाने और പാകിസ്ഥാനി അഹമ്മദികൾക്ക് എമിഗ്രേഷൻ വളരെ എളുപ്പത്തിലായി. ഓസ്ട്രേലിയ ജമാഅത്ത് इसके അദ്ദേഹം വരുമ്പോൾ इमिग्रेशन 100 കണക്കിനായിരുന്നത് ഇപ്പോൾ 1000 ആയിട്ടുണ്ട്. ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. एरिया आने पर അത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആലയുടെ നിർദ്ദേശപ്രകാരം ഓസ്ട്രേലിയയിലെ എല്ലാ വലിയ നഗരങ്ങളിലും അഹമ്മദികളെ പാർപ്പിച്ചു. ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിലെ തലസ്ഥാനത്തും ശക്തമായ ജമാഅത്തുണ്ട്. एमपीओ को ऑस्ट्रेलिया വലുതും വിശാലവും മനോഹരമായ പള്ളികളും മിഷൻ ഹൗസുകളും ഉണ്ട്. സിഡ്നിയിൽ മസ്ജിദ് ബൈത്തുൽ മഹദി കൂടാതെ ഖിലാഫത്ത് സെന്റിനറി ഹാൾ, और मिशन हाउसेज कायम हैं। മിഷൻ ഹൗസ് എന്നിവയുണ്ട്. ഒരു ഗസ്റ്റ് ഹൗസ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. खिलाफत सेंटिनरी ബ്രിസ്ബണിൽ മസ്ജിദ് ഉണ്ട്. और मिशन മെൽബണിൽ മസ്ജിദ് ഉണ്ട്. गेस्ट हाउस की तमीर की ഹെഡ്ലഡിൽ ജമാഅത്തിന്റെ സെന്റർ ഉണ്ട്. ब्रिस्बेन में मस्जिद बनी, मेलबर्न में मस्जिद बनी, കാൻബറയിൽ മസ്ജിദിനായി സ്ഥലമെടുക്കാൻ ശ്രമിച്ചു വരികയാണ്. ഉടനെ ലഭിക്കുന്നതാണ്. ഓസ്ട്രേലിയ ജമാഅത്തിന്റെ പുരോഗതിയിൽ മാഷാ അല്ലാഹ് നല്ല പങ്കാളിത്തമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ऑस्ट्रेलिया की जमात में ഓസ്ട്രേലിയയിലെ നാഷണൽ തർബിയത്ത് സെക്രട്ടറി ഇമ്രാൻ ഹസൻ സാഹിബ് പറയുന്നു, नेशनल सेक्रेटरी तरबियत जो है वहाँ के ऑस्ट्रेलिया के അമീർ സാബ് 1991 മുതൽ ഓസ്ട്രേലിയയിലെ മിഷണറി ഇൻചാർജ്, അമീർ ജമാഅത്ത് എന്നീ നിലയിൽ സേവനമനുഷ്ഠിക്കുകയായിരുന്നു. പല പ്രോജക്ടുകളും അദ്ദേഹത്തിന്റെ കാലത്ത് പൂർത്തിയാക്കുകയുണ്ടായി. अमीर जमात के तौर पर खिदमत ജമാഅത്ത് ഇപ്പോഴും എണ്ണത്തിൽ കുറവാണ്. बहुत बड़े प्रोजेक्ट्स तकमील को पहुंचे जबकि जमात 2005 സന്ദർശനത്തിന് ശേഷം 2-3 മസ്ജിദുകളും സെന്റിനറി ഹാളുകളും 2005 അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. में 2-3 नई मसाजिद और सेंटिनरी हॉल മസ്ജിദ് ബൈത്തുസ്സലാം മെൽബണിൽ വലിയ പള്ളിയാണത്. അതിൽ 2000-ലേറെ ആളുകൾക്ക് നമസ്കരിക്കാൻ കഴിയും. इसमें इतनी बड़ा हिस्सा है वो മറ്റ് മസ്ജിദുകളും വളരെ വിശാലമായതാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് വഫാഖി ഗവൺമെന്റ് बाकी मसाजिद भी काफी എമിഗ്രേഷന്റെ കാര്യത്തിൽ വളരെ നല്ല ബന്ധമാണ് സ്ഥാപിച്ചത്. हुकूमत ऑस्ट्रेलिया ഗവൺമെന്റിൽ നിന്നും മറ്റു സൗകര്യങ്ങളും അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. बहुत अच्छे रवाबत कायम हुए। ഓസ്ട്രേലിയയിൽ കീഴ്ഘടകങ്ങളെ സ്ഥാപിച്ചു. വിവിധ സമുദായങ്ങൾക്കിടയിൽ സൗഹൃദവും സാഹോദര്യവും സ്ഥാപിക്കാൻ ശ്രമിച്ചു. बंदियों की तश्कील അത് തർബിയത്തിന്റെ വലിയൊരു കാര്യമാണ്. അവിടെ मुख्तलिफ ममालिक के बाशिंदों के माबैन ഓസ്ട്രേലിയയിൽ പാകിസ്ഥാനികൾ മാത്രമല്ല ഉള്ളത്, ഫിജിയിലുള്ളവരുണ്ട്, ഓസ്ട്രേലിയക്കാരുണ്ട്, ആഫ്രിക്കക്കാരുണ്ട്. पाकिस्तानी से ഇവർക്കിടയിൽ സൗഹൃദം നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു.
ഓരോരുത്തർക്കും ജോലികൾ ഏൽപ്പിച്ചുകൊണ്ട് ഉത്തരവാദികളാക്കി മാറ്റി. അവരുടെ കഴിവനുസരിച്ച് അവരെ പ്രവർത്തന നിരതരാക്കി. ഒരു നല്ല അഡ്മിനിസ്ട്രേറ്ററുടെ ഗുണവും ഇത് തന്നെയാണ്. മറ്റുള്ളവരും ഇതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. काम लिया और यही एक अच्छे एडमिनिस्ट्रेटर की खूबी है जो जिस पर बाकियों को भी अमल करना चाहिए. കഴിഞ്ഞ इन्होंने अभी നാളുകളിൽ അവരുടെ ജൽസ നടന്നിരുന്നു. അതിന്റെ അധ്യക്ഷത വഹിച്ചു. അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ചും നന്ദി പ്രകടനത്തെക്കുറിച്ചും പ്രസംഗിച്ചു. इन्होंने खिताब किया അപ്പോൾ നല്ല ആരോഗ്യവാനായിരുന്നു. ഇദ്ദേഹം जो ख्याल भी नहीं था ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. से उनकी सेहत दोबारा बहाल हो रही थी. കുറെ ശരിയായിരുന്നു. പെട്ടെന്നാണ് സ്ട്രോക്ക് വന്നത്. സദർ വിക്ടോറിയ ജാവേദ് സാഹിബ് जावेद साहब തന്റെ വിശദമായ കത്തിൽ എഴുതുന്നു, खत में लिखते അമീർ സാഹിബിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള കഴിവ് छोटी छोटी बात പ്രശംസനീയമാണ്. तदब्बुर बसीरत और दूरअंदेशी के वाकयात ചെറിയ കാര്യങ്ങളിലും വഴികാട്ടുമായിരുന്നു. ഉൾക്കാഴ്ച, ദീർഘദൃഷ്ടി എന്നിവ എല്ലാവരും പറയുന്ന കാര്യമാണ്. അമീർ സാഹിബിന്റെ അടുത്ത് പഴയ വണ്ടിയാണ് ഉണ്ടായിരുന്നത്. മജ്ലിസ് ആമില നിർബന്ധിച്ചിട്ടും എന്റെ വ്യക്തിപരമായ അപേക്ഷയുണ്ടായിട്ടും നല്ല വണ്ടി വാങ്ങിയില്ല. अच्छी गाड़ी नहीं മറ്റു മുറബിമാർക്ക് നല്ല വണ്ടികൾ വാങ്ങിക്കൊടുത്തു. अच्छी गाड़ियां लेकर दी. തന്നെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ മകൾ എഴുതുന്നു, की बेटी ने लिखा है വസ്ത്രങ്ങളും വാങ്ങി ഞങ്ങൾ വന്നാൽ आते थे അദ്ദേഹത്തിന് വേണ്ടി കൂടുതലൊന്നും വാങ്ങാറില്ല. यही था സൗകര്യമുള്ള വസ്ത്രം ധരിക്കുക, അതിൽ കൂടുതൽ അധികം फंस करने की जरूरत नहीं. ബലം പിടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമായിരുന്നു. से काम लेते थे. ജമാഅത്തിന്റെ സമ്പത്ത് വളരെ സൂക്ഷിച്ചാണ് ചെലവഴിച്ചിരുന്നത്. നല്ല ഓർമ്മശക്തിയായിരുന്നു. ജമാഅത്ത് അംഗങ്ങളെ പേര് വിളിച്ച് ഓർത്തിരുന്നു. അവരുടെ കഴിവുകളും ഉപയോഗപ്പെടുത്തിയിരുന്നു. अल्लाह ताला ने ആ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മജ്ലിസ് ആമിലയിലും ഷൂറ മീറ്റിംഗിലും ഖലീഫമാരുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. बात समझाया करते थे. ഇവിടെ एक साहब ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കാറുണ്ട്. को यहाँ जो क्रिकेट टूर्नामेंट होता है उसमें उन्होंने അതിൽ ഒരാൾ വരാറുണ്ടായിരുന്നു. കൊടുങ്കാറ്റ് കാരണം ഫ്ലൈറ്റ് ക്യാൻസലായി. ടൂർണമെന്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അമീർ സാബ് അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്നാൽ നിർബന്ധമായി പോകണം. ടൂർണമെന്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ല. ഖലീഫയെ കാണുക എന്നതാണ് മുഖ്യ ലക്ഷ്യം. खलीफा वक्त അത് നടന്നാൽ ടൂർണമെന്റിന്റെ ലക്ഷ്യം നേടി എന്ന് കരുതുക. टूर्नामेंट का मकसद पूरा हो गया. ഞാൻ സന്ദർശനത്തിന് പോയപ്പോൾ जब मैं गया हूँ അദ്ദേഹം രോഗിയായിരുന്നു. काफी शदीद बीमार थे. उन दिनों में മെൽബൺ വരെ കൂടെ വരാൻ പറ്റിയില്ല. के साथ എന്നാൽ ഫോണിൽ ഇടപെട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിച്ചുകൊണ്ടിരുന്നു. करके तमाम പറയുന്നു, लेते रहे. അമീർ സാദിന്റെ പ്രസംഗങ്ങളിൽ ഖുദ്ദാം, അൻസാർ, ലജ്ന എന്നിവർക്ക് അവരുടെ കടമകൾ നിറവേറ്റുന്ന കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതിന്റെ സൽഫലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ കാണാൻ സാധിക്കുകയും ചെയ്തു. വിദേശങ്ങളിൽ നിന്ന് വന്ന കുട്ടികളെ പ്രത്യേകം പരിഗണിച്ചിരുന്നു. शहदा की फैमिलीज के मुतालिक ശ്രോതാക്കളുടെ ഫാമിലി പ്രശ്നങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധ നൽകിയിരുന്നു. फैमिलीज के मामलात को हर दूसरे काम पर तरजीह दिया करते थे. ശിക്ഷയ്ക്ക് വേണ്ടി मेरी कार्रवाई को भी शिकायत करनी पड़ती ചിലപ്പോൾ ഇവിടേക്ക് എഴുതേണ്ടി വരാറുണ്ടായിരുന്നു. എന്നാൽ फरमाया करते ശിക്ഷ വന്നാൽ അദ്ദേഹം പറയാറുള്ളത്, ഇത് എന്റെ ഹൃദയത്തിന് ശക്തമായ മുറിവ് ഏൽപ്പിക്കുന്നു എന്നാണ്. മാപ്പിനുള്ള അപേക്ഷ അയക്കാൻ ധൃതി കാണിക്കാറുണ്ടായിരുന്നു. ഓസ്ട്രേലിയ ജമാഅത്തിന് അമീർ സാഹിബ് ഒരു സുപ്രധാന വ്യക്തിത്വമായിരുന്നു. ജമാഅത്തിനായി വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട്. में बुनियाद पर काम किया है. ഡോക്ടർ സയ്യിദ് ഹസൻ അഹമ്മദ് സാഹിബ് പറയുന്നു, हसन अहमद कहते हैं അദ്ദേഹം സ്നേഹത്തിന്റെ ഒരു സാഗരമായിരുന്നു. അത് ഞാൻ അനുഭവിച്ചതാണ്. അഹമ്മദികൾ ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സ്വതന്ത്രമായി പോകാമായിരുന്നു. നിസ്സാര കാര്യങ്ങൾ പോലും അദ്ദേഹവുമായി പങ്കിടുമായിരുന്നു. യുവാക്കളെ ജോലിക്ക് പ്രത്യേകമായി ഏൽപ്പിച്ചിരുന്നു. गोया उनको लीडर बनने की ट्रेनिंग അവരെ നേതാവാകാനുള്ള ട്രെയിനിങ് നൽകുന്നത് പോലെയായിരുന്നു. ജമാഅത്ത് അംഗങ്ങൾക്കായി എപ്പോഴും ഉരുകിക്കൊണ്ടിരുന്നു. മെൽബണിൽ നിന്നും ഉസാമ അഹമ്മദ് സാഹിബ് എഴുതുന്നു, अहमद साहब कहते हैं മൗലാന മുഹമ്മദ് സാഹിബിൻ ഓസ്ട്രേലിയ അഹമ്മദികൾക്ക് വാത്സല്യനിധിയായ പിതാവിനെ പോലെയായിരുന്നു. അദ്ദേഹം ये कि तमाम अहमदियों से यकसा और बिला इम्तियाज प्यार और എല്ലാ അഹമ്മദികളോടും ഒരു വ്യതിരിക്തയുമില്ലാതെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും വർത്തിച്ചു.
ചെറിയവരെയും വലിയവരെയും തന്റെ സൽപെരുമാറ്റം കൊണ്ടും സൽസ്വഭാവം കൊണ്ടും തന്റെ മാതൃക കൊണ്ടും തന്നിൽ ആകൃഷ്ടനാക്കി. സിഡ്നിയിൽ വരുന്ന അതിഥികളെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ജൽസയിലും ഇസ്തിമാ വേളയിലും തന്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്ന് അതിഥികളെ സ്വീകരിച്ചിരുന്നു. അവരുമായി ആലിംഗനം ചെയ്യുമായിരുന്നു. പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയാണ് അദ്ദേഹം എപ്പോഴും അമീർ സാഹിബിനെ ഞങ്ങൾ കണ്ടിരുന്നത്. ഈ സ്നേഹാദരങ്ങൾ കാണുമ്പോൾ യാത്രയുടെ ക്ഷീണം തന്നെ മറന്നുപോകുമായിരുന്നു. ചിലർ അദ്ദേഹത്തിന് ചില പ്രയാസങ്ങൾ നൽകുകയുണ്ടായി. ജനങ്ങൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചതായിരുന്നു. അന്വേഷണത്തിൽ നേരിട്ട് അദ്ദേഹത്തിന്റെ ഒരു കുറ്റവും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഒന്ന് രണ്ട് കേസുകൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ദുർധാരണ വെച്ച് പുലർത്തിയതായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ആരോപണം ഉന്നയിക്കപ്പെട്ട ചില കേസുകൾ ഉണ്ടായിരുന്നു. പരാതിപ്പെടുന്നവരുടെ കുറ്റമാണ് തെളിഞ്ഞിരിക്കുന്നത്. തായറ അക്തർ സാഹിബ വിവരിക്കുന്നു, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഓസ്ട്രേലിയ ജൽസ സാലാന സമാപിച്ചത്. മസ്ജിദിൽ താമസിക്കുന്ന അതിഥികളെ പ്രത്യേകം പരിഗണിക്കാനായി പറഞ്ഞുകൊണ്ടിരിക്കും. ജൽസയിൽ വരുന്ന അതിഥികളെ പ്രത്യേകം നോക്കണമെന്ന് പറയും. നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കാൻ കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. നമ്മുടെ ഇവിടുത്തെ പ്രസ് സെക്രട്ടറി ഉണ്ട്, എന്റെ കൂടെ വന്നിരുന്നു. ആബിദ് വഹീദ് സാഹിബ് ഓസ്ട്രേലിയ സന്ദർശന വേളയിൽ മഹ്മൂദ് ബംഗാളി സാഹിബിനെ കാണാനും അറിയാനും സാധിച്ചു. സന്ദർശന വേളയിൽ ഉടനീളം അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമായിരുന്നു. എന്നിട്ടും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പരിഗണിച്ചിരുന്നു. അവയെല്ലാം ശ്രദ്ധിച്ചിരുന്നു. ഉദാഹരണമായി ഒരിക്കൽ രാത്രിയിൽ ഭക്ഷണത്തിന് 2ാം ദിവസവും ഞങ്ങൾക്ക് ഒരേ കറിയാണ് നൽകിയത്. ഞങ്ങൾക്ക് ഇത് ശ്രദ്ധയെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ബംഗാളി സാഹിബ് ഇത് ശ്രദ്ധിച്ചു. രോഗിയായിരുന്നിട്ട് പോലും അടുക്കളയിൽ പോയി ഡ്യൂട്ടിക്കാരോട് ചോദിച്ചു, മറ്റു പച്ചക്കറിയൊന്നും ഇവിടെ കിട്ടാറില്ലേ? ഒന്ന് തന്നെ എന്തിനാണ് ഇവരെ തീറ്റിപ്പിക്കുന്നത്? ഈ രീതിയിൽ അതിഥികളെ എല്ലാ നിലക്കും ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം വളരെ വിനയാന്വിതനായിരുന്നു. അറിവും അനുഭവവും ഉണ്ടായിട്ട് പോലും പ്രസ്, മീഡിയ എന്നീ മേഖലയെക്കുറിച്ച് മഷ്വറ ചോദിക്കുന്നതിൽ ഒരു കുറച്ചിലും പ്രകടിപ്പിച്ചിരുന്നില്ല. നിസാമ ജമാഅത്തിനെ ആദരിച്ചിരുന്നു. ഖിലാഫത്തിനോട് പ്രത്യേക സ്നേഹമായിരുന്നു. സർത്തഷ് മുനീർ സാഹിബ് അമീർ നോർവെ പറയുന്നു, സദർ ഖുദ്ദാമുൽ അഹമ്മദിയ ആയിരുന്ന കാലത്ത് എനിക്ക് കറാച്ചിയിൽ ഖായിദ് ജില്ലയായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു. വളരെ അപകടകരമായ ഒരു അവസ്ഥയിൽ വളരെ വിജയശ്രീലാണിതനായ സദറായിരുന്നു അദ്ദേഹം. 1984-85 കാലഘട്ടത്തിലായിരുന്നു അത്. അവസ്ഥ വളരെ മോശമായപ്പോൾ സിന്ധ് ബലൂചിസ്ഥാൻ ജമാഅത്തുകളെയും അവരുടെ കീഴ്ഘടകങ്ങളെയും കറാച്ചി ജമാഅത്തിനെ ഏൽപ്പിച്ചു. സിന്ധിൽ എവിടെയെങ്കിലും ഷഹാദത്ത് നടന്നാൽ മഹ്മൂദ് സാഹിബിനോ അദ്ദേഹത്തിന്റെ പ്രതിനിധിയോ കറാച്ചി ജമാഅത്തിന്റെ പ്രതിനിധിക്ക് മുമ്പേ എത്തുമായിരുന്നു. വളരെ മോശമായ അവസ്ഥയിലും സധൈര്യം മഹ്മൂദ് സാഹിബ് നേരിട്ടും വളരെ പ്രയാസമുള്ള കാര്യങ്ങൾ കഠിന പ്രയത്നത്തോടെ നിറവേറ്റി. ഖിലാഫത്തിനോട് പ്രേമത്തിന്റെ അവസ്ഥയിലായിരുന്നു. സുരക്ഷയുടെ കാര്യത്തിൽ ചെറിയ പാളിച്ച പോലും ക്ഷമിച്ചിരുന്നില്ല. റബയിൽ, ഇസ്തിമായിലും ജൽസയിലും പോകുമ്പോൾ വളരെ സ്നേഹത്തോടെ പെരുമാറി. അക്രം സാഹിബ് മുറബി പറയുന്നു, ജാമിയയിൽ പഠിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഖുദ്ദാമുൽ അഹമ്മദിയ മർക്കസിക്ക് വേണ്ടി റാവൽപിണ്ടിയിൽ മജ്ലിസുകൾ സന്ദർശിച്ചു. വിവിധ മജ്ലിസുകളിൽ വിവിധ പ്രസംഗങ്ങൾ നടത്തി. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, ഹദീസുകൾ, ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർദ്ദേശങ്ങൾ, ഖലീഫമാരുടെ ഉദ്ധരണികൾ എന്നിവ കാണാപാഠം പഠിച്ചിരുന്നു. റാവൽപിണ്ടിയിലെ ഒരു സീനിയർ ഭാരവാഹി ജൽസക്ക് ശേഷം പറയുകയുണ്ടായി, ജീവിതത്തിൽ ഈ കുട്ടി വലിയ പദവി കരസ്ഥമാക്കുന്നതാണ്. അപ്പോൾ മഹ്മൂദ് സാഹിബ് 3ാമത്തെയോ 4ാമത്തെയോ വർഷ വിദ്യാർത്ഥിയായിരുന്നു. അക്രം സാഹിബ് പറയുന്നു, ഖുദ്ദാമുൽ അഹമ്മദിയ സദർ ആയിരുന്നപ്പോൾ 5 വർഷം വരെ എനിക്ക് സേവനം ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തന സമിതിയിൽ അംഗമായിരുന്നു. കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ള വ്യക്തിയായിരുന്നു. വിനയം കുത്തിനിറിച്ചിരുന്നു. സേവന തൽപരനായിരുന്നു. സ്വയം കഠിന പ്രയത്നം ചെയ്തു. പ്രവർത്തക സമിതിയും പ്രയത്നിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ധൈര്യശാലിയായിരുന്നു. ഒരിക്കൽ റബുവയിൽ ഒരു ഉപദ്രവകാരിയായ ഓഫീസർ നിയമിക്കപ്പെടുകയുണ്ടായി. ഇയാൾ ചില തടസ്സങ്ങൾ സൃഷ്ടിച്ചു. മഹ്മൂദ് സാഹിബ് സദർ ഖുദ്ദാമുൽ അഹമ്മദിയ എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി വളരെ ഗൌരവത്തോടെ കാര്യങ്ങൾ സംസാരിച്ചു. ആ ഓഫീസർ ഭയപ്പെട്ടുകൊണ്ട് അനാവശ്യമായി ഉണ്ടാക്കിയ തടസ്സങ്ങൾ നീക്കുകയുണ്ടായി. പറയുന്നു, ജമാഅത്തി കാറ് തന്റെ വ്യക്തിപരമായ ആവശ്യത്തിനോ കുടുംബത്തിനായോ ഒരിക്കലും അദ്ദേഹം ഉപയോഗിച്ചതായി കണ്ടിട്ടില്ല.
റബുവയിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ നടന്നോ സൈക്കിളിലോ ആണ് പോകാറുണ്ടായിരുന്നത്. ഖുദ്ദാമുൽ അഹമ്മദിയായുടെ ഇസ്തിമായിൽ പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു, ചിലർ പറയാറുള്ളത് അനഹമ്മദി യുവാക്കളെക്കാളും അഹമ്മദി യുവാക്കളാണ് നല്ലത് എന്നാണ്. ഇങ്ങനെ താരതമ്യം ചെയ്യിപ്പിക്കാനല്ല ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഓരോ അഹമ്മദിയും തന്നിൽ പരിശുദ്ധ മാറ്റം ഉണ്ടാക്കണമെന്നാണ്. ഇതിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബംഗ്ലാദേശിലെ ജഫർ അഹമ്മദ് സാഹിബ് പറയുന്നു, ബംഗ്ലാദേശിൽ ഇദ്ദേഹം താമസിച്ചപ്പോൾ അദ്ദേഹത്തിന് സേവനം ചെയ്യാനുള്ള തൗഫീക്ക് എനിക്ക് ലഭിക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷം പോയപ്പോൾ മാമു സാഹിബ് വളരെ സരള പ്രകൃതക്കാരനാണ്, എല്ലാവരുമായും ഇകച്ചേരുന്ന വ്യക്തിയാണ്. നമസ്കാരത്തിനായി കൃത്യമായി ഹാജരാകും, രോഗിയായിട്ടും കൃത്യമായി താജ് നമസ്കരിക്കും. ഗസ്റ്റ് ഹൌസിൽ ഇദ്ദേഹം താമസിക്കുന്ന സമയത്ത് നൽകിയിരിക്കുന്ന നിർദ്ദേശം ആരാണോ കാണാൻ ആഗ്രഹിക്കുന്നത് അവരെ തടയരുത് എന്നാണ്. വ്യക്തിഗതമായ ചിലവിലാണ് അതിഥി സൽക്കാരം നടത്തിയിരുന്നത്. എല്ലാവരെയും പരിഗണിച്ചിരുന്നു, രോഗികളെ സന്ദർശിച്ചിരുന്നു. ഇങ്ങനെയുള്ള ഗുണങ്ങൾ പലരും എഴുതിയിട്ടുണ്ട്. ആദ്യമുണ്ടായിരുന്ന ഗുണങ്ങൾ അവസാനം വരെ നിലനിന്നു. അത്താൽ മുജീബ് റാഷിദ് സാഹിബ് ഇമാം മസ്ജിദ് ഫസിൽ ലണ്ടൻ എഴുതുന്നു, മുഖ്ലിസ്, മതഭക്തൻ, വിനീതൻ, സരള പ്രകൃതൻ എന്നീ ഗുണങ്ങളുള്ള വ്യക്തിയായിരുന്നു. 2004 ഒരു മാസത്തേക്ക് എനിക്ക് ഓസ്ട്രേലിയയിൽ പോകാനുള്ള അവസരം ലഭിച്ചു. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ പല ഗുണങ്ങളും അറിയാൻ സാധിച്ചു. ഖിലാഫത്തിനോടുള്ള സ്നേഹം, അനുസരണം, അതാണ് പ്രഥമമായി പറയാനുള്ളത്. രാവിലെ നടക്കാൻ പോകുമ്പോൾ കൂടുതലും ഈ കാര്യങ്ങളാണ് സംസാരിക്കാറ്. ജമാഅത്തിന്റെ വിജയം, ജമാഅത്തി പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകൽ എന്നിവയെക്കുറിച്ച് സംസാരിക്കും. ഇപ്പോഴും വളരെയധികം പോരായ്മകളുണ്ടെന്ന് വേദനയോടുകൂടി പറയും. സന്ദർശനത്തിന് പോകുമ്പോൾ ഓരോ ജമാഅത്തിനെക്കുറിച്ചും അവരോട് ഏതെല്ലാം കാര്യങ്ങളാണ് ഉപദേശിക്കേണ്ടത് എന്ന് പറഞ്ഞു തരും. ഖാലിദ് അഹമ്മദ് സാഹിബ് റഷ്യൻ ഡെസ്ക് ഇൻചാർജ് പറയുന്നു, എനിക്ക് അദ്ദേഹം എഴുതുകയാണ്, ഹുസൂർ ഖലീഫ ആയതിനു ശേഷം മഹ്മൂദ് അഹമ്മദ് സാഹിബിന്റെ സ്നേഹം വളരെയധികം വർദ്ധിച്ചു. ഖലീഫയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മുഖത്ത് വിനയവും എളിമയും പ്രകടമാകും. ഇദ്ദേഹം ഇനി പറയുന്നതും തികച്ചും സത്യമാണ്, ഇതിൽ ഒരു അതിശയോക്തിയുമില്ല. ഇക്കാലത്ത് അദ്ദേഹത്തെ പോലെയുള്ള മുഖ്ലിസും വിനീതനും മുത്തഖിയും പരിത്യാഗിയും ഖിലാഫത്തിന് സർവാത്മന സമർപ്പണം ചെയ്യുന്ന വ്യക്തിയും വളരെ കുറവാണ്. ഒരു ബന്ധു എഴുതി, ഞാൻ അമീർ സാഹിബിന്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. ഓസ്ട്രേലിയയിലെ ഒരു ജമാഅത്ത് അംഗത്തിന്റെ ഫോൺ വന്നു. തന്റെ കാര്യം അടിച്ചേൽപ്പിക്കാൻ അയാൾ ശ്രമിക്കുകയായിരുന്നു. അല്പം ദേഷ്യപ്പെട്ടാണ് അയാൾ സംസാരിച്ചിരുന്നത്. ഞാനാണ് ശരിയെന്ന് പറയുകയായിരുന്നു. മഹ്മൂദ് സാഹിബ് അയാൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്നാൽ അയാൾ ഒന്നുകൂടി ദേഷ്യപ്പെടുകയാണ് ഉണ്ടായത്. ഞാൻ ഖലീഫക്ക് റിപ്പോർട്ട് അയക്കും, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു. അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു ഈ കാര്യങ്ങൾ. സംസാരം അവസാനിച്ചപ്പോൾ മഹ്മൂദ് സാഹിബ് വളരെ വ്യസനത്തോടുകൂടി പറഞ്ഞു, ഇവർ സ്വയം തെറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഖലീഫയെ വിഷമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പലരും പറഞ്ഞ ഒരു കാര്യം, തെറ്റുപറ്റിയാൽ ഖലീഫ എന്ത് നടപടിയാണ് എടുക്കുക എന്നതിൽ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. കാരണം നീതിപൂർവം കാര്യങ്ങൾ അദ്ദേഹം സമർപ്പിക്കുമായിരുന്നു. യുവാക്കളോട് പറയാറുള്ളത്, നാം ചതുരംഗത്തിലെ കരുക്കളാണ്, ഇത് അള്ളാഹുവിന്റെ ജമാഅത്താണ്, അവനാണ് എല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പ്രയോജനപ്പെടുത്തുക. ജമാഅത്തി സേവനങ്ങൾ തുടങ്ങുന്നത് ഇപ്രകാരമാണ്. നിസാമത്ത് നാസിർ ഹോസ്പിറ്റൽ എന്ന പദവിയിലൂടെയാണ് തുടങ്ങിയത്. 1977 മുതൽ 79 വരെ റബുവയിലെ ലോക്കൽ ഖുദ്ദാമുൽ അഹമ്മദിയയുടെ മുഅ്തമിദായി സേവനമനുഷ്ഠിച്ചു.
1979 സദർ ഖുദ്ദാമുൽ അഹമ്മദിയ മർക്കസിയായി നിയമിക്കപ്പെടുകയുണ്ടായി. 1979, 80 മുതൽ 1988, 89 വരെയുള്ള 10 വർഷം സദർ ഖുദ്ദാമുൽ അഹമ്മദിയായി. അവസാനത്തെ ആഗോള സദർ ഖുദ്ദാമുൽ അഹമ്മദിയായിരുന്നു. അതിനുശേഷം ഓരോ നാട്ടിലും വേറെ വേറെ സദർമാരായി. ഇസ്ലാം ഇർഷാദിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. ഖിലാഫത്തെ റാബിയയിൽ ഓഡിയോ വീഡിയോ സെക്ഷൻ ഉണ്ടായപ്പോൾ 1983 നവംബറിൽ അദ്ദേഹത്തെയാണ് ഇത് ഏൽപ്പിച്ചത്. 1983 വക്കീൽ ഓഡിയോ വീഡിയോ ഡിപ്പാർട്ട്മെന്റായി സേവനമനുഷ്ഠിച്ചു. 28 ജൂണോടുകൂടി ഇത് തരീ ജദീദിൽ ചേർന്നു. അത് അവസാനിച്ചുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതുവരെ അത്രമാത്രം പ്രവർത്തിച്ചിട്ടില്ല. കാസറ്റുകൾ എത്തിക്കാനായിരുന്നു ഇത് ഉണ്ടാക്കിയിരുന്നത്. MTA വന്നതിന് ശേഷം ഈ ജോലി ഏറ്റെടുക്കുകയുണ്ടായി. 1991 മുതൽ ജൂൺ 28 മുതൽ അവസാന ശ്വാസം വരെ ഓസ്ട്രേലിയയുടെ അമീറായി സേവനമനുഷ്ഠിക്കുകയുണ്ടായി. അള്ളാഹു ഇദ്ദേഹത്തോട് കരുണ ചൊരിയട്ടെ, ഇദ്ദേഹത്തിന്റെ പദവി ഉയർത്തട്ടെ. തീർച്ചയായും നിസ്തുല സേവകനും തന്റെ എല്ലാ കഴിവുകളോടും കൂടി ജമാഅത്തിന് സേവനം ചെയ്യുന്ന വ്യക്തിയുമായിരുന്നു. ആരോഗ്യം നോക്കിയില്ല. തടസ്സങ്ങൾ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളെ മങ്ങലേൽപ്പിച്ചില്ല. കഴിഞ്ഞ ഓസ്ട്രേലിയ സന്ദർശനത്തിൽ വളരെ വളരെ ബുദ്ധിമുട്ടിയായിരുന്നിട്ടും എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിച്ചിരുന്നു. വിമാനത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി പുറത്തു വന്നപ്പോൾ അദ്ദേഹം മുമ്പിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട് ഞാൻ ചിന്താകുലനായി. നടുവേദന ഉണ്ടായിരുന്നു, നട്ടെല്ല് കേടുവന്നിരുന്നു. ഡോക്ടർ പറയുന്നത് അങ്ങനെയുള്ള രോഗികൾ വിശ്രമിക്കണമെന്നാണ്. എന്നാൽ അദ്ദേഹം വിശ്രമിച്ചില്ല. ഖലീഫയുടെ സന്ദർശനമായതുകൊണ്ട് എനിക്കെങ്ങനെ വിശ്രമിക്കാൻ സാധിക്കും എന്നതായിരുന്നു ചിന്ത. ഞങ്ങളുടെ കാർ ഓടിച്ചിരുന്നത് നായിബ് അമീർ സാഹിബ് ആയിരുന്നു. അദ്ദേഹമാണ് ഞങ്ങളുടെ കാർ ഓടിച്ചിരുന്നത്, നായിബ് അമീർ സാഹിബ്, നാസിർ സാഹിബ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, മാമൂ സാഹിബ് വളരെ ക്ഷീണിച്ചിട്ടുണ്ട്, വാർദ്ധക്യവും വല്ലാതെ കാണുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ശാരീരിക വിഷമങ്ങൾ ഞാൻ അത്ര കണ്ട് അറിഞ്ഞിരുന്നില്ല. പിന്നീടാണ് അവിടുത്തെ ഡോക്ടറോട് സംസാരിച്ചപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത്. ഇത്രമാത്രം പ്രയാസപ്പെട്ടിട്ടും ഈ വ്യക്തി തന്നെ പ്രയാസത്തിൽ അകപ്പെടുത്തിക്കൊണ്ട് ഓടി നടക്കുന്നു. സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയും ചെയ്യുകയുണ്ടായി. സന്ദർശന മധ്യേ ഈ പ്രയാസത്തിൽ ബ്ലഡ് പ്രഷർ കൂടി സ്ട്രോക്ക് ആകുമോ, ഹൃദയാഘാതം ഉണ്ടാകുമോ എന്ന ഭയമുണ്ടായിരുന്നു. അവസ്ഥ വളരെ മോശമായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോയി കുറച്ചുനേരം ആശുപത്രിയിൽ കഴിച്ചുകൂട്ടി. വീട്ടിൽ വരാൻ അനുവാദം ഹോസ്പിറ്റലിലുള്ളവർ നൽകി. ഈ ധീരയോദ്ധാവ് വീട്ടിൽ വന്ന് തന്റെ ജോലി തുടർന്നു. ഒരു സ്ഥലത്ത് എന്നോടൊപ്പം വരാൻ പറ്റിയില്ല. വളരെ ദുഃഖത്തോടെ ആ കാര്യം എടുത്തു പറയുമായിരുന്നു. മറ്റു സ്ഥലങ്ങളിൽ പ്രയാസമുണ്ടായിട്ടും വന്നു. വരണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞു, എന്നാലും വന്നു. അവിടുത്തെ കഠിനമായ എല്ലാ പരിപാടികളും പങ്കെടുത്തു. ഞങ്ങളോടൊപ്പം കൂടെ നിന്നിരുന്നു, നിയന്ത്രിച്ചു. സ്വന്തം കാര്യം മറന്ന് എന്നെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്കൊരു പ്രയാസം ഉണ്ടാകരുത് എന്നതായിരുന്നു ചിന്ത. എല്ലാ പ്രോഗ്രാമുകളും ഭംഗിയായി നടക്കട്ടെ. എന്റെ മാത്രമല്ല, എന്റെ കൂടെയുള്ളവരെ കുറിച്ചും പ്രത്യേകം പരിഗണന നൽകിയിരുന്നു. അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. നിങ്ങളെ വേണ്ട വിധത്തിൽ നോക്കാൻ പറ്റിയിട്ടില്ലെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. ഖലീഫയുടെ കൂടെയുള്ളവർക്ക് പ്രയാസമുണ്ടായാൽ ഖലീഫക്ക് പ്രയാസമുണ്ടാകില്ല എന്ന ചിന്ത കാരണമാണ് ഈ രീതിയിൽ അവരെക്കുറിച്ചും വ്യാകുലപ്പെട്ടുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യം വഷളാകുമോ എന്നതാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. എന്തായാലും സന്ദർശനത്തിനിടയിൽ ആരോഗ്യം മെച്ചപ്പെട്ടു.
दौरे के दौरान ही तबीयत വളരെ നല്ല അവസ്ഥയിലെത്തി. കഴിഞ്ഞ ദിവസം ജൽസ നടന്നു, ഷൂറ നടന്നു, അതിലെല്ലാം സജീവമായി പങ്കെടുത്തു. हुआ, शुरा हुई, उसमें उन्होंने भरपूर हिस्सा लिया. ഞാൻ ഖുദ്ദാമുൽ അഹ്മദിയയിൽ അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. തുറന്ന രീതിയിൽ തന്റെ കീഴിലുള്ളവർക്ക് काम किया है. പ്രവർത്തിക്കാനുള്ള അവസരം നൽകിയിരുന്നു. मातहतों से അതിനെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. काम लिया करते थे, काम करने का उनको मौका देते थे. ഖിലാഫത്തിന്റെ യഥാർത്ഥ സഹായിയായി വർത്തിച്ചു. ഇങ്ങനെയുള്ളവർ വളരെ കുറവായിരിക്കും. सुल्तान नसीर ഇദ്ദേഹത്തിന്റെ വേർപാട് ഓസ്ട്രേലിയ ജമാഅത്തിൽ വലിയൊരു വിടവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ദൈവിക പ്രസ്ഥാനങ്ങളെ അള്ളാഹുവാണ് നോക്കുന്നത്. ഈ വിടവ് അള്ളാഹു നികത്തുന്നതാണ്. അള്ളാഹു ഫضل ചെയ്യട്ടെ. ഇങ്ങനെയുള്ള സുൽത്താൻ നസീറിന് अल्लाह ताला അള്ളാഹു എപ്പോഴും നൽകട്ടെ. खुद संभालता है और इन खुलाओं को खुद पूरा करता है. अल्लाह ताला फजल फरमाए. അവർ ഖിലാഫത്തിനോട് കൂറ് പുലർത്തുന്നവരാകട്ടെ, ജീവാർപ്പണം ചെയ്യുന്നവരാകട്ടെ, തങ്ങളുടെ പ്രതിജ്ഞകളെ നിറവേറ്റുന്നവരാകട്ടെ. അള്ളാഹു ഇദ്ദേഹത്തിന്റെ ഭാര്യ भी हों, മക്കൾക്കും करने वाले भी हों. സംരക്ഷകനും സഹായിയുമായി തീരട്ടെ. പിതാവിനെ പോലെ अल्लाह ताला വിശ്വാസത്തിലും ജ്ഞാനത്തിലും ദൃഢത കൈവരിക്കുന്നവരായി അവർ മാറട്ടെ. ഖിലാഫത്തിനോടൊപ്പം ശക്തമായ ബന്ധം സ്ഥാപിക്കുന്നവരാകട്ടെ. अपने बाप ഉമ്മയോടുള്ള കടമ നിറവേറ്റാൻ മക്കൾക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. और खिलाफत के साथ मजबूत ताल्लुक पैदा करने वाले हों. अल्लाह ताला इनके बच्चों को भी तौफीक दे कि अपने माँ का हक अदा करने वाले हों. ജുമാ നമസ്കാരത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരം ഗായിബ് ഞാൻ അനുഷ്ഠിക്കുന്നതാണ്. अभी नमाज जुमा के बाद इंशाल्लाह नमाज जनाजा गायब भी इनका पढ़ाऊंगा मैं. अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नु'मिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.